BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ സന്ദർശിക്കുകയാണ്. സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലാണ് സന്ദർശനം. FCRA വിഷയം, തെരഞ്ഞെടുപ്പ് കാലത്ത് സഭാ മുഖപത്രം സ്വീകരിച്ച നിലപാട് തുടങ്ങിയ കാര്യങ്ങളിൽ അഭിപ്രായം അറിയിക്കാനാണ് ഈ സന്ദർശനം. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രദീപ്, വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ഷോൺ ജോർജിനെ കണ്ടു, കൈവിട്ടു പോകുന്ന PC ജോർജിനെ കണ്ടു. ആവർത്തിച്ച് സഭയ്ക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്കും വേണ്ട, BJPക്കും വേണ്ട സഭയെ എന്ന നിലപാട് വരെ ഷോൺ പറയുന്നത് കേട്ടിരുന്നു. അപ്പോൾ ഇനി എന്താണ് ഈ കൂടിക്കാഴ്ചയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം അതാണ് FCRA ഭേദഗതി ചട്ടം എന്ന് പറയുന്നത്. BJPയിലെ ക്രൈസ്തവ നേതാക്കളായ PC ജോർജും മകൻ ഷോൺ ജോർജും ഒക്കെ മത്സരിച്ച പൂഞ്ഞാറിലും പാലായിലുമൊക്കെ ഈ വിഷയം വളരെ വലിയ ചർച്ചയാവുകയും വോട്ടിങ്ങിനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അത് സ്വാധീനിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു പിറ്റേന്നാണ് PC ജോർജും ഒപ്പം ഷോൺ ജോർജും ദീപിക ദിനപത്രം, ദീപിക എന്ന് പറയുമ്പോൾ സിറോ മലബാർ സഭയുടെ മുഖപത്രം കൂടിയാണ്, ദീപിക ദിനപത്രം സ്വീകരിച്ച നിലപാടിനെതിരെ രംഗത്ത് വന്നത്. കോൺഗ്രസിന് വേണ്ടി ദീപിക കുഴലൂത്ത് നടത്തുന്നു എന്നായിരുന്നു PC ജോർജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. തനിക്ക് അർഹമായ ഒരു സ്പേസ് പോലും പത്രത്തിൽ ലഭിച്ചില്ല. ഇതേക്കുറിച്ച് സംസാരിക്കാൻ വിളിച്ചുവെങ്കിലും അനുകൂലമായ ഒരു മറുപടി കിട്ടിയില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. മാത്രവുമല്ല, കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ UDFന് അനുകൂലമായി കന്യാസ്ത്രീ മഠങ്ങളിൽ വിളിച്ചു പറഞ്ഞു, അത്തരം പ്രചാരണ പ്രവർത്തനം നടത്തി എന്നുള്ള ആക്ഷേപമൊക്കെ PC ജോർജ് ഉന്നയിച്ചിരുന്നു. ഷോൺ ജോർജ് പറഞ്ഞത് സഭാ നേതൃത്വം എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള ചോദ്യമാണ് ഷോൺ ജോർജ് ഉയർത്തിയിരുന്നത്. ഇന്നും അദ്ദേഹം ഇക്കാര്യം മാധ്യമങ്ങളുമായി സംസാരിക്കുകയുണ്ടായി. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലുമായി ഷോൺ ജോർജ് കൂടിക്കാഴ്ച നടത്തുന്നത്. ഏതാണ്ട് 10 മിനിറ്റിന് മുൻപാണ് അദ്ദേഹം സഭാ ആസ്ഥാനത്തേക്ക് എത്തിയത്. കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ദീപിക ദിനപത്രം സ്വീകരിച്ച നിലപാടിലുള്ള അഭിപ്രായം അറിയിക്കുക, അത് കൂടാതെ തന്നെ FCRA പോലുള്ള വിഷയത്തിൽ BJP നേതൃത്വത്തിൻ്റെ നിലപാട് അറിയിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. BJP നേതൃത്വവുമായുള്ള ചർച്ചകൾക്ക് കൂടി ശേഷമാണ്, അല്ലെങ്കിൽ അവരുമായി കൂടിയാലോചനകൾ നടത്തിയതിന് ശേഷമാണ് ഷോൺ ജോർജ് ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ PC ജോർജ് പറഞ്ഞ കാര്യങ്ങളെയും ഷോൺ ജോർജ് പറഞ്ഞ കാര്യങ്ങളെയും ഒക്കെ വ്യാഖ്യാനിക്കുകയും ദുർവ്യാഖ്യാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുകൂടി അവർ ഇരുവരും പറയുന്നുണ്ട്. അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അത് മാറ്റുക തുടങ്ങിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഷോൺ ജോർജ് സിറോ മലബാർ സഭ ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്.